ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പല പദപ്രയോഗങ്ങളുടെയും അർത്ഥം വേണ്ടതുപോലെ ഗ്രഹിക്കാത്തതാണ് അനേകരുടെയും പ്രശ്നം. ലേഖകൻ ഉദ്ദേശിച്ച അർത്ഥം മനസ്സിലാക്കാത്തിടത്തോളം നമുക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകുകയുമില്ല. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ജീവസന്ദേശത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ വന്ദനം. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം തനിക്ക് വേണ്ടി പണിയുന്ന ഭവനത്തെക്കുറിച്ചായിരുന്നുവല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുവാൻ തുടങ്ങിയത്. യേശുക്രിസ്തുവാണ് ആ ഭവനത്തിൻ്റെ മൂലക്കല്ലെന്നും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണത് പണിയുന്നതെന്നും മറ്റുമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനിടയായത്. നമ്മളാണ് ആ കെട്ടിടത്തിൻ്റെ ജീവനുള്ള കല്ലുകൾ എന്ന് നാം മനസ്സിലാക്കി. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നും നാം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ലേഖനത്തിലെ ഉപദേശപരമായ ഭാഗത്തിലെ ഒടുവിലത്തെ അധ്യായമാണിതെന്ന് കാണുവാൻ സാധിക്കും. ഞാൻ ഇതിൻ്റെ മുഖവരയായി ചില കാര്യങ്ങൾ ആദ്യമേ ഓർപ്പിക്കട്ടെ. സഭ ഒരു ശരീരമാണെന്നും സഭ ഒരു മന്ദിരമാണെന്നും നാം പഠിച്ചു കഴിഞ്ഞു. ഇനിയും നാം പഠിക്കുന്നത് സഭ ഒരു മർമ്മമാകുന്നു എന്നത്രേ. സഭ ഒരു മർമ്മമാകുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താകുന്നു എന്ന് പ്രാരംഭമായി ഞാൻ സൂചിപ്പിക്കാം. സഭ ഒരു മർമ്മമാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെയേറെ തെറ്റിദ്ധാരണകളുണ്ട്. മർമ്മം എന്നതുകൊണ്ട് ഏതോ അപസർപ്പക നോവലാകുന്നു എന്ന അർത്ഥമല്ല. ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിയാത്തത് ഏതോ എന്നല്ല. ഇവിടെ മർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നേരത്തെ വെളിപ്പെടുത്താതിരുന്ന എന്തോ എന്നാൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നത്രേ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവം എനിക്കൊരു മർമ്മം വെളിപ്പെടുത്തി തന്നു എന്ന്. ആ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടുത്തെ അർത്ഥം സഭയുടെ കാര്യമാണ്. പഴയ നിയമത്തിൽ വെളിപ്പെടുത്താതിരുന്ന സഭ പുതിയ നിയമത്തിൽ പൂർണ്ണമായും ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ദൈവീക രഹസ്യം എന്ന ഒരു പ്രയോഗം ഒരു ഭക്തൻ ഉപയോഗിച്ചിട്ടുണ്ട്. സത്യമെന്നും മർമ്മത്തെക്കുറിച്ച് പറയുന്നവരുണ്ട്. ഒരു പ്രത്യേക സമയം വരെ ദൈവം വെളിപ്പെടുത്തി തരാതിരുന്നതാണ് ഒരു ദൈവീക രഹസ്യം. ഇപ്പോൾ അത് വെളിപ്പെടുത്തുവാൻ അവൻ തയ്യാറായി. അല്ലാതെ നാം പല കഥകളിലും കാണുന്ന മർമ്മവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇനിയും നമ്മുടെ മർമ്മസ്ഥാനവുമായും ഇതിനെ ബന്ധപ്പെടുത്തേണ്ടതില്ല. സഭ എന്ന മർമ്മത്തെ സംബന്ധിച്ച് 2 ചിന്താഗതികൾ പ്രാബല്യത്തിലുണ്ട്. ഒന്ന്, സഭ പഴയ നിയമത്തിലെ വെളിപ്പാടല്ല എന്ന പൗലോസിൻ്റെ വ്യക്തമായ പ്രസ്താവന ഒരു വിഭാഗം അവഗണിക്കുന്നു. സഭ പഴയ നിയമ ഇസ്രായേലിൻ്റെ തുടർച്ചയാകുന്നു എന്ന വിധത്തിലാണ് അവർ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതിനെ ഉടമ്പടി ദൈവശാസ്ത്രം എന്നാണ് പറയപ്പെടുന്നത്. അവർ ദൈവം ഇസ്രായേലിനോട് ചെയ്തിട്ടുള്ള എല്ലാ വാഗ്ദത്തങ്ങളും സഭയുടെ മേൽ ചെലുത്തുവാൻ ശ്രമിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇതെന്ന് നാം ഓർക്കണം. പഴയ നിയമ ഇസ്രായേലിൻ്റെ തുടർച്ചയാണോ പുതിയ നിയമസഭ? ഇങ്ങനെ പഠിപ്പിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്നാൽ, പഴയ നിയമ ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങളെല്ലാം സഭയ്ക്കാണെന്ന് സമർത്ഥിക്കുകയും ഇസ്രായേലിനോട് പറഞ്ഞ ശാപവചനങ്ങൾ തങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് മറന്നു കളയുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ വസ്തുത അനുഗ്രഹങ്ങളും ശാപങ്ങളും ഇസ്രായേലിന് പറഞ്ഞിട്ടുള്ളവ തന്നെയാണ്. അതിൻ്റെ പങ്ക് നമ്മൾ പിടിക്കേണ്ടതില്ല. നമുക്ക് വേറെ ആവശ്യം പോലെ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് പൗലോസ് പറയുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം
എന്നുമൊക്കെയുള്ള പൗലോസിൻ്റെ പ്രസ്താവനകളാണ് മറ്റൊരു കൂട്ടർ എടുക്കുന്നത്. ഈ പ്രസ്താവനകൾക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഈ മർമ്മം പൗലോസിന് മാത്രമായി ലഭിച്ച പ്രത്യേക വെളിപ്പാടായി ഈ കൂട്ടർ കണക്കാക്കുന്നു. ഈ അടുത്ത കാലത്ത് ഉടലെടുത്തിരിക്കുന്ന ഒരു ദുരുപദേശമാകുന്നു ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം. അവർ പറയുന്ന ചെറിയതായ കാലവിഭജനങ്ങളെയെല്ലാം ഒരു വലിയ യുഗ കാലയളവിനുള്ളിൽ ആക്കുവാനാണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഗിരിപ്രഭാഷണം പുതിയ നിയമസഭയ്ക്കുള്ളതല്ല. കാരണം യേശു ഇസ്രായേലിലെ യുഗത്തിലെ കാര്യമാണ് അന്ന് പഠിപ്പിച്ചത്. അല്ലാതെ തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്ന സത്യ ഉപദേശത്തിൻ്റെ കാര്യമല്ല എന്ന് ഈ കൂട്ടർ വാദിക്കുന്നു. ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം. അതിര് കടന്ന നിഷ്ഠകൾ ഈ ചിന്താഗതിയെ ഒരു നിയമസിദ്ധാന്തമാക്കുകയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങളെ പാഴാക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി സഭയുടെ ആരംഭം പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ് മറ്റേതോ ഒരു തീയതി ആകുന്നു എന്ന് സമർത്ഥിക്കപ്പെടുന്നു. പൗലോസിന് വെളിവായ മർമ്മം പല തീയതികൾ ഇതിനായി പറയുന്നുണ്ട്. ഒന്ന് ഒക്കാതെ വരുമ്പോൾ മറ്റൊന്ന് പറയും. ഒരുതരം ഒളിച്ചുകളി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്രകാരത്തിലുള്ളൊരു വലിയ അറിവുണ്ടെന്ന് നടിക്കുന്നത് ആത്മീക അഹങ്കാരത്തിലേക്ക് മാത്രമേ നയിക്കൂ. ഞാൻ പറയട്ടെ, സഭ പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ടില്ലായിരുന്നു. അത് വെളിപ്പെടുത്തിയപ്പോൾ ആ വെളിപ്പാട് അപ്പോസ്തലനായ പൗലോസിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ലായിരുന്നു. ഏദൻ തോട്ടത്തിൽ തന്നെ സഭ വെളിപ്പെടുത്തിയിരുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ സഭ പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലായിരുന്നു. മറിച്ച് പെന്തക്കോസ്ത് നാളിൽ എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് എല്ലാവരും സമ്മതിച്ചു വെക്കൂ. അന്നേ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വാസികളുടെ സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ തുടങ്ങി. സഭയെ ഭൂമിയിൽ നിന്നും എടുക്കുന്നത് വരെ അത് തുടർന്നുകൊണ്ടിരിക്കും. വീണ്ടെടുപ്പ് നാളിനായി നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നാണല്ലോ നാം പഠിക്കുന്നത്. അതെ, നമ്മെ ലോകത്തിൽ നിന്നും എടുത്ത് ക്രിസ്തുവിന് സമർപ്പിക്കുന്നത് വരെ അതാണ് സഭയുടെ പ്രവർത്തനം. ഇനി 3-ാം അധ്യായത്തിലെ വാക്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച്. ഒരു ബന്ധനസ്ഥൻ എന്ന സ്ഥിതിയിൽ പൗലോസ് തൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വിവരിക്കുന്നു. താൻ ജാതികളോട് സുവിശേഷം അറിയിച്ചു എന്ന കാരണത്താലാണ് പൗലോസ് ബന്ധിക്കപ്പെട്ടത്. ഇപ്പോൾ ഈ ജാതികൾക്ക് പുതിയ പദവികൾ ലഭിച്ചു. കഴിഞ്ഞ അധ്യായത്തിൽ പൗലോസ് അത് വിശദീകരിച്ചത് നാം കണ്ടു കഴിഞ്ഞു. ദൂരസ്ഥരായിരുന്നവർ, അന്യരായിരുന്നവർ, പ്രത്യാശയില്ലാതിരുന്നവർ, ദൈവമില്ലാതിരുന്നവർ ഇപ്പോൾ ക്രിസ്തുവിനാൽ അകത്തേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാരണങ്ങളാലെല്ലാം പൗലോസ് അവർക്കായി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. എന്നാൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നതിന് മുൻപ് പൗലോസ് ആ മർമ്മത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങുകയാണ്. എന്നാൽ 14-ാം വാക്യത്തിൽ പെട്ടെന്ന് അവൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ഈ 1-ാം വാക്യവും 14-ാം വാക്യവും തമ്മിലുള്ള ബന്ധം ശ്രദ്ധിച്ചാലും പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. 1-ാം വാക്യത്തിൻ്റെയും 14-ാം വാക്യത്തിൻ്റെയും ഇടയിലുള്ളതെല്ലാം ഒരു പരന്തസിസ്, അനന്യവാക്യമെന്ന് മലയാളത്തിൽ പറയും. അതാണ് തൻ്റെ പ്രാർത്ഥനയിലേക്ക് വരുന്നതിന് മുമ്പ് അവൻ ആ മർമ്മത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പോവുകയാണ്. അത് നിമിത്തം എന്നത് ഈ അനന്യവാക്യത്തിൻ്റെ ആരംഭം കുറിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ രീതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന അനുമാനത്തിലാണ് ഈ കാര്യങ്ങൾ ഇവയിൽ ചേർത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്ലാനിനെക്കുറിച്ചും ക്രമീകരണത്തെക്കുറിച്ചും പൗലോസ് സംസാരിക്കുന്നു. അങ്ങനെ ദൈവം പൗലോസിനെ വിളിക്കുകയും ജാതികളുടെ ഇടയിലേക്ക് അയക്കുകയും ചെയ്തു. മറ്റ് അപ്പസ്തോലന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ പൗലോസിൻ്റെ ശുശ്രൂഷ വ്യത്യസ്തവും
പ്രത്യേകവുമായിരുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പസ്തോലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട് എന്നത്രേ. ദൂത് വ്യത്യസ്തമല്ലായിരുന്നു, എന്നാൽ ദൂത് ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നോ അവർ വ്യത്യസ്തരും വ്യത്യസ്ത കൂട്ടത്തിലുള്ളവരും ആയിരുന്നു. ജാതികളുടെ അടുത്തേക്ക് ചെന്നിട്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദൂരെ പോയിരുന്നവരായിരുന്നു, എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ഉള്ളിൽ പ്രവേശിക്കാവുന്നതാണ്. പത്രോസ് തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമമല്ലാതെ വേറെ ഒന്നുമില്ല എന്ന്. ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയോട്, അത് ഒരു യഹൂദേതരനായിരുന്നല്ലോ, അവനോട് പൗലോസ് പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടുമെന്ന്. 2 വ്യത്യസ്ത വിഭാഗം ആളുകളോടായിരുന്നെങ്കിൽ തന്നെ പത്രോസിനും പൗലോസിനും ഒരേ ദൂതായിരുന്നു പ്രസംഗിക്കുവാനുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു പുതിയ കാര്യമാകുന്നു ഇവിടെ സംഭവിക്കുന്നത്. പഴയ നിയമത്തിൽ അവർക്കുണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു രീതിയാകുന്നു ഇപ്പോൾ അവർക്കുള്ളത്. പൂർണ്ണമായും വ്യത്യസ്തമായി തീർന്ന ഒരു വ്യവസ്ഥിതി, ഒരു രീതി. പൗലോസ് ഒരു പരീശനായിരുന്നപ്പോൾ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചപ്പോൾ ഒരിക്കൽ പോലും ജാതികളോട്, അതായത് യഹൂദന്മാരല്ലാത്തവരോട് പ്രസംഗിക്കുവാൻ പോയിരുന്നില്ല. അതവൻ്റെ പ്ലാനിലില്ലായിരുന്നു താനും. അവൻ തികച്ചും വ്യത്യസ്തമായ ഒരു വ്യവസ്ഥിതിയുടെ കീഴിലായിരുന്നു അന്ന്. ഇപ്പോൾ അവൻ പുതിയൊരു വ്യവസ്ഥിതിയിലാണ്, ഒരു രീതിയിലാണ് ആയിരിക്കുന്നത്. അവൻ ജാതികൾക്കായുള്ള ഒരു പ്രേക്ഷിത പ്രവർത്തകനാണിപ്പോൾ. അങ്ങനെ പറയുന്നതിനാൽ ദൈവം രക്ഷിക്കുന്ന വിധത്തിൽ മാറ്റമുണ്ടായി എന്നർത്ഥമില്ല. ന്യായപ്രമാണം പാലിക്കുന്നതിനാൽ ഒരുത്തൻ പോലും രക്ഷിക്കപ്പെട്ടിരുന്നില്ല. പിന്നെയോ താൻ ദൈവമഹത്വത്തിൽ നിന്നും വീണുപോയി എന്ന് മനസ്സിലാക്കി രക്തം ചൊരിഞ്ഞുള്ള ഒരു യാഗം കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഒരുത്തൻ അന്നും നീതീകരിക്കപ്പെട്ടിരുന്നത്. ആ യാഗം ക്രിസ്തുവിങ്കിലേക്ക് ചൂണ്ടുന്നതായിരുന്നു. ഈ പുതിയ വ്യവസ്ഥിതിയെക്കുറിച്ചാണ് പൗലോസ് ഇനിയും സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കട്ടെ. എഫേസ്യ ലേഖനം 3:3-4. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. വെളിപ്പാടിനാൽ, അല്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നുവല്ലോ, ഈ ഹൈപ്പർ ഡിസ്പെൻസേഷനലിസ്റ്റ് അവർ വിശ്വസിക്കുന്നത് ഈ പുതിയ വ്യവസ്ഥിതി പൗലോസിന് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ എന്നാണ്. അവർ ഈ 3-ാം വാക്യമാണ് തങ്ങളുടെ വാദം സ്ഥിരീകരിക്കുവാൻ എടുത്തു കാണിക്കുന്നത്. പൗലോസിന് മാത്രമേ ഈ മർമ്മം അറിയുമായിരുന്നുള്ളൂ എന്ന് അവർ പറയുമ്പോൾ തന്നെ 5-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് എല്ലാ അപ്പോസ്തലന്മാരും അത് അറിഞ്ഞിരുന്നു എന്നത്രേ. ആ വെളിപ്പാട് പൗലോസിൻ്റെ മാനസാന്തരം മുതൽ ആരംഭിച്ചതാണ്. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, അവൻ സഭയെ പീഡിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ അവൻ ക്രിസ്തുവിനെയാകുന്നു പീഡിപ്പിക്കുന്നതെന്ന്. സഭ എന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ദൈവം പുതിയതെന്തോ ചെയ്യുന്നു എന്ന് പൗലോസ് മനസ്സിലാക്കി. പെന്തക്കോസ്ത് നാളിൽ സഭ സ്ഥാപിതമായി. ഞാൻ വീണ്ടും പറയട്ടെ, ഈ മർമ്മം, ദൈവിക രഹസ്യം പഴയ നിയമത്തിൽ വെളിപ്പെടുത്താതിരുന്ന എന്തോ ആയതിനാൽ മനുഷ്യന് അജ്ഞാതമായിരുന്നു. ഇപ്പോൾ പുതിയ നിയമത്തിൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ മർമ്മം എന്ന പദം പുതിയ നിയമത്തിൽ 27 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് 11 വ്യത്യസ്തങ്ങളായ മർമ്മങ്ങളെ സൂചിപ്പിക്കുന്നതാകുന്നു എന്നും അവ ഏതൊക്കെയാകുന്നു എന്നും ഞാൻ ഇതിനു മുൻപ് നിങ്ങളെ പഠിപ്പിച്ചതാണ്. അക്കാലത്ത് യവന റോമ ലോകത്തിലുണ്ടായിരുന്ന നിഗൂഢ മതങ്ങളുമായുള്ള വിപരീതത്വം കാണിക്കുവാനാണ് പൗലോസ് ഇത് രേഖപ്പെടുത്തുന്നത് എന്ന് തോന്നുന്നു. ആ കാലങ്ങളിൽ അനേകം നിഗൂഢ മതങ്ങൾ ലോകത്തിൻ്റെ ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞവ ക്രൂരമായ ആചാരങ്ങൾ നിർവഹിച്ചിരുന്ന രഹസ്യ സങ്കേതങ്ങളായിരുന്നു ഈ മതങ്ങൾ. ഈ നിഗൂഢ മതങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് അതിലെ അംഗങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു.
യവനക്കാർക്ക് ഒരു മർമ്മം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനിക്ക് അല്ലെങ്കിൽ മുൻകൈയെടുക്കുന്ന വ്യക്തിയിലേക്ക് പകർന്ന ഒരു രഹസ്യമാകുന്നു. അവർക്കതൊരു വ്യക്തിയെ കൂടി തങ്ങളുടെ കൂടെ ചേർക്കുവാൻ വേണ്ടി വെളിപ്പെടുത്തുന്ന എന്തോ ഒന്നായിരുന്നു, അല്ലാതെ മറഞ്ഞിരിക്കുന്നതോ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതോ ആയത് അല്ല. അതിലെ അംഗമല്ലാത്തൊരു വ്യക്തിക്ക് നമ്മുടെ അർത്ഥത്തിൽ ഈ രഹസ്യം ഒരു മർമ്മമാകുന്നു. ഇന്നും ഇതുപോലെയുള്ള അനേകം വിഭാഗങ്ങളുണ്ട്. സേവക്കാരെയും അതുപോലെ അവരെ മനസ്സിലാക്കുവാൻ പ്രയാസമായി തോന്നുന്ന വിധത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരെയും ഇന്ന് വളരെയേറെ നാം കാണുന്നുണ്ട്. ഈ നിഗൂഢ മതങ്ങൾ പ്രബലമായിട്ടുള്ള ഒരു കാലയളവിലാകുന്നു നാം ഇന്ന് ജീവിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. ഇതിന് വിപരീതമായി പൗലോസ് പറയുന്നത്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നത്രേ. നാം ഇന്ന് ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരത്രേ. നാം ദൂത് നൽകേണ്ടവരാണ്. നമുക്ക് തന്നെ രഹസ്യമായി സൂക്ഷിക്കുവാനല്ല ദൈവമക്കൾക്കിത് നൽകിയിരിക്കുന്നത്, അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനാണ്. എവിടെയെങ്കിലും രഹസ്യ സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കുവാനല്ല സുവിശേഷം നൽകിയിരിക്കുന്നത്, പിന്നെയോ പുരമുകളിൽ നിന്ന് വിളിച്ചു ഘോഷിക്കുവാനാണ് നമുക്ക് ഇത് തന്നിരിക്കുന്നത്. ഇതിനകത്തുള്ളതെല്ലാം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. പൊതിഞ്ഞു വെക്കുവാൻ ഒന്നുമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, ഈ സുവിശേഷത്തോളം വിശാലമായ വേറെ എന്താണുള്ളത്? എല്ലാവരും മനസ്സിലാക്കുവാൻ ദൈവം ഇത് നൽകിയിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ സാധിക്കും. ഈ ലേഖനത്തിൽ മുൻപും മർമ്മം എന്ന പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം നമ്മോട് അറിയിച്ചു എന്നത്രേ കണ്ടത്. 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ നാം കാണുന്നത് ആ മർമ്മം എന്തെന്ന് അവൻ വിവരിച്ചു തരുന്നതാണ്. ആ മർമ്മം എന്തെന്നാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യഹൂദന്മാരും യഹൂദന്മാരല്ലാത്തവരും, അതെ, ലോകത്തിലെ സകല വംശങ്ങളും ജാതികളും ഉൾപ്പെട്ടൊരു പുതിയ സമൂഹത്തിൻ്റെ തലയായി ക്രിസ്തു തീർന്നു. ഇത് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. പൗലോസ് അത് പറയുന്നത് റോമാലേഖനം 16-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിലും നാം അത് വായിക്കുന്നു. അവിടെ പൗലോസ് പറയുന്നത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അതെ, നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഈ മർമ്മം നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു എന്ന് മറക്കരുത്. ഞാൻ ഇനി 5ഉം 6ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. 5ഉം 6ഉം വാക്യങ്ങൾ. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതെ, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. ഈ മർമ്മം തനിക്ക് മാത്രമായി വെളിപ്പെടുത്തിയിരുന്നതല്ല എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. ഇനിയും മർമ്മം എന്നതുകൊണ്ട് താൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. പൂർവ്വകാലങ്ങളിലെ മനുഷ്യരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും തമ്മിൽ വളരെ വ്യക്തമായൊരു വിപരീതത്വമുണ്ട്. സഭയെ സംബന്ധിക്കുന്ന അല്പം പോലും വെളിച്ചം പഴയ നിയമത്തിൽ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവർ വിശുദ്ധരാകുന്നു. കാരണം ഈ സ്ഥാനത്തേക്ക് ദൈവം അവരെ വേർതിരിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രവാചകന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും പുതിയ നിയമ പ്രവാചകന്മാരാണ്. ഈ മർമ്മം പഠിപ്പിക്കുന്ന അധ്യാപകൻ പരിശുദ്ധാത്മാവാകുന്നു. 5-ാം വാക്യത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞതും ഇതുതന്നെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഈ മർമ്മം? ജാതികൾ രക്ഷിക്കപ്പെടുമെന്നുള്ള വസ്തുത അല്ലിത്. ജാതികൾ രക്ഷിക്കപ്പെടുമെന്ന് പഴയ നിയമവും വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്.
ഉദാഹരണത്തിനായി ഞാൻ ചില വേദഭാഗങ്ങളൊന്ന് പറയാം. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. യെശയ്യാപ്രവചനത്തിൽ വീണ്ടും 60-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു, ജാതികൾ നിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരും. വീണ്ടും യെശയ്യാപ്രവചനത്തിൽ തന്നെ 42-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായി ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഇനി സഖറിയ പ്രവചനത്തിലേക്ക് പോയി നമുക്ക് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നോക്കാം. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും, ഞാൻ നിൻ്റെ മധ്യേ വസിക്കും, സൈന്യങ്ങളുടെ യഹോവ എന്നെ നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. ഒടുവിലായി മലാക്കി പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു, എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു, എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മനസ്സിലായല്ലോ? ജാതികൾ രക്ഷിക്കപ്പെടുമെന്നുള്ളതല്ല ഈ പറയുന്ന മർമ്മം. എങ്കിൽ പിന്നെ എന്താണ് ആ മർമ്മം? നാം അതറിഞ്ഞിരിക്കണം. ഇവിടുത്തെ മർമ്മം ജാതികളും ഇസ്രായേലും ഒരേ അടിസ്ഥാനത്തിന്മേൽ അംഗീകരിക്കപ്പെടുമെന്നുള്ളതത്രേ. ക്രിസ്തുവിലെ വിശ്വാസത്താൽ അവർ രണ്ട് കൂട്ടരെയും സഭ എന്ന പുതിയ ഒരു ശരീരത്തിലേക്ക്, ഒരു കൂട്ടത്തിലേക്ക് ഒന്നിച്ചു ചേർത്തിരിക്കുന്നു. ആ പുതിയ ശരീരത്തിൻ്റെ തല ക്രിസ്തുവാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ മനുഷ്യവർഗത്തിൽ 3 വിധത്തിലുള്ള വിഭാഗങ്ങളുണ്ട് എന്നാണ് കാണുന്നത്. 3 വിധം. ആദാം മുതൽ അബ്രഹാം വരെ സകല മനുഷ്യരും ജാതികളായിരുന്നു. അത് 2000-ലധികം വർഷത്തെ ചരിത്രമാകുന്നു. അബ്രഹാം മുതൽ ക്രിസ്തു വരെ സകല മനുഷ്യരും ഒന്നുകിൽ യഹൂദന്മാർ അല്ലെങ്കിൽ യഹൂദന്മാരല്ലാത്തവർ. ഇപ്പോൾ അതായത് പെന്തക്കോസ് നാൾ മുതൽ സഭ മധ്യാകാശത്തിൽ ചേർക്കപ്പെടുന്നത് വരെയുമുള്ള കാലയളവിൽ 3 വിധ ആളുകളാണുള്ളത്. യഹൂദന്മാർ, ജാതികൾ, സഭ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവീനെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ പൗലോസ് പറയുമ്പോൾ ഈ ത്രിവിധ വിഭാഗത്തെയാണ് പൗലോസ് സൂചിപ്പിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ പൗലോസ് മനുഷ്യകുലത്തെ മുഴുവൻ ഉൾപ്പെടുത്തിയെന്ന് ഓർക്കണം. സഭയുടെ മാതൃകകൾ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നെങ്കിലും സഭ എന്നത് പഴയ നിയമ യാഥാർത്ഥ്യങ്ങളിൽ ഒന്നായിരുന്നില്ല എന്നോർക്കണം. ക്രിസ്തു അരുളി ചെയ്തത് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നത്രേ. അവനത് പറയുമ്പോഴും അത് ഭാവി കാലത്തിലാണ് പറഞ്ഞത്. ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞ് പെന്തക്കോസ്ത് നാളിലാണ് ക്രിസ്തീയ സഭ ആരംഭിച്ചത്. സഭ ആരംഭിച്ചപ്പോൾ അംഗങ്ങൾ മുഴുവൻ യഹൂദന്മാരായിരുന്നു എന്നത് സത്യം തന്നെ. എന്നാൽ ഈ മാറ്റത്തിൻ്റെ ഒരു കാലയളവുണ്ടായിരുന്നു. അതെ, യഹൂദന്മാരല്ലാത്തവരെ കൂടി സഭയിലേക്ക് കൊണ്ടുവന്ന സമയം. സഭ എന്നത് ഒരു ശരീരമാകുന്നു. അത് യഹൂദന്മാരാലും ജാതികളാലും രൂപം കൊണ്ട ഒരു സമൂഹം. ആ ശരീരത്തിൻ്റെ തല ക്രിസ്തുവും. ഈ വലിയ മർമ്മം വെളിപ്പെട്ട് കിട്ടിയെന്ന് മാത്രമല്ല, പൗലോസിന് ഒരു ദൈവിക നിയോഗം കൂടി ലഭിച്ചു. അതായത് അവന് നൽകിയ ശുശ്രൂഷയെക്കുറിച്ചാണ് 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. താൻ ജാതികളുടെ അപ്പോസ്തലനാകുന്നു എന്ന വസ്തുതയാൽ ഈ മർമ്മം തനിക്ക് അറിവായി വന്നു എന്നത് പൗലോസിനെ ഒട്ടും കൂടിയവനാക്കുന്നില്ല എന്ന് ഇവിടെ വ്യക്തമാണ്. ഇത്ര വലിയ മർമ്മം വെളിപ്പെട്ട് കിട്ടിയ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത, ഒരു ഉയർന്ന സ്ഥാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പൗലോസ് ചിന്തിച്ചില്ല. ശുശ്രൂഷകൻ എന്ന പേര് മാത്രമേ അവൻ എടുക്കുന്നുള്ളൂ. ദാസൻ. ഇന്ന് ഈ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇടയുള്ള ഒരു പദമാണ്. കാരണം ഈ വാക്ക് സഭയിലെ ഔദ്യോഗിക ശുശ്രൂഷകൻ അല്ലെങ്കിൽ പാസ്റ്റർ അല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ നാം കേൾക്കാറുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. എന്നാൽ ആ പദം പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ല.
അതിൻ്റെ പ്രാഥമിക അർത്ഥം ദാസൻ എന്നാണ്, അടിമ. ഈ മർമ്മത്തോടുള്ള ബന്ധത്തിൽ താൻ കർത്താവിൻ്റെ അടിമയായി ശുശ്രൂഷിച്ചു എന്നാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. തൻ്റെ ലോകപ്രകാരമുള്ള പദവികൾ എന്തെന്നോ സുഖ സൗകര്യങ്ങൾ എന്തെന്നോ ഒന്നും നോക്കുവാൻ പൗലോസിന് സമയമുണ്ടായിരുന്നില്ല. അവന് ശുശ്രൂഷിക്കുവാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ. കാരണം അവൻ അതിമഹത്തായൊരു മർമ്മം വെളിവാക്കപ്പെട്ടിരിക്കുന്നു. തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ ആയുസ്സിൽ ആ മർമ്മം എത്രയും അധികം പേരെ അറിയിച്ച് ശുശ്രൂഷ തികയ്ക്കുവാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ശുശ്രൂഷിക്കുവാൻ നമുക്ക് സമയമില്ല. പദവിയും അവകാശങ്ങളും പറഞ്ഞ് വഴക്കുണ്ടാക്കുവാൻ നാം സമയം കളയുന്നു. ക്രിസ്തു ഇല്ലാതെ ജനങ്ങൾ നശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരമായി തീരുമ്പോൾ നാം മറ്റെല്ലാം മറക്കും. ശുശ്രൂഷ മാത്രമാകും നമ്മുടെ ചിന്ത. മറ്റൊന്നും നമ്മെ ഭാരപ്പെടുത്തുകയുമില്ല. മറ്റുള്ളവരെയും അവരുടെ ആവശ്യങ്ങളെയും കാണുവാനും അവരെ സഹായിക്കുവാനും താങ്കൾ തയ്യാറാകുമ്പോൾ ദൈവം തന്നെ ആ കാര്യത്തിൽ താങ്കളെ സഹായിക്കും. കഴിവില്ല എന്ന് പറഞ്ഞ് മാറുകയല്ല, ഉള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. ഒരു ഭക്തൻ പറഞ്ഞു, ഈ ആയുസ്സിൽ നിനക്കുള്ള ഒരേ ഒരു ജോലി ആത്മാക്കളെ ആദായപ്പെടുത്തുക എന്നതത്രേ. 8ഉം 9ഉം വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അവിടെ വായിക്കുന്നത്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. നാം ഇന്ന് ഒരു വ്യവസ്ഥിതിയിലാണ്, ഒരു വ്യത്യസ്ത രീതിയിൽ, അല്ലെങ്കിൽ സഭയുടെ ഒരു മർമ്മത്തിലാണ് ജീവിക്കുന്നത്. അത് സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. അതേ സുഹൃത്തെ, ദൈവം നമ്മോട് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത അനേകം കാര്യങ്ങളുണ്ട്. ഞാൻ സ്വർഗത്തിലെത്തുവാൻ ധൃതി പിടിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതത്രേ. ഇപ്പോൾ അധികമൊന്നും എനിക്കറിയില്ല. അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുവെങ്കിൽ അത് ശരിയാണ്. എനിക്കധികം പോയിട്ട് അല്പം പോലും അറിയില്ല. നമുക്ക് ഒരുമിച്ച് പഠിക്കുവാനുള്ളൊരു ശ്രമം മാത്രമാണല്ലോ ഇത്. എന്നാൽ ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ വാസ്തവത്തിൽ പഠിക്കുവാൻ ആരംഭിക്കും. എങ്ങനെയായിരിക്കും അവിടുത്തെ പഠനമെന്ന് എനിക്കറിയില്ല. എന്നാലും അനേക കാര്യങ്ങൾ പഠിക്കുവാനുണ്ടല്ലോ. വാസ്തവത്തിൽ ദൈവം നമ്മോട് വളരെയൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് അധികം അറിയില്ല, എന്നാൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരുന്നാൽ അവൻ പഠിപ്പിക്കും. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ക്രിസ്തുവേശു പ്രസംഗിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എത്ര വലുതാണെന്ന് മനസ്സിലാക്കുവാൻ ഇന്നത്തെ ക്ലാസ് മൂലം നമുക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. വിശ്വസ്തൻ എന്നെണ്ണി പൗലോസിനെ ശുശ്രൂഷയ്ക്കാക്കിയ നമ്മുടെ കർത്താവ് നമ്മളെയും അതിന് പ്രാപ്തരാക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു.